നവംബറിലെ ക്വാഡ് ഉച്ചകോടിയിൽ ട്രംപ് പങ്കെടുക്കില്ല. ട്രംപ് ഇന്ത്യ സന്ദർശനം ഒഴിവാക്കിയേക്കുമെന്ന സൂചന. ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ക്വാഡ് ഉച്ചകോടിക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് എത്തില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ട്രംപിന്റെ ബന്ധം ഈ അടുത്ത മാസങ്ങളിൽ വഷളായ സാഹചര്യത്തിലാണ് ഈ സന്ദർശനം ഒഴിവാക്കിയത് എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. നോബൽ സമ്മാനവും ഒരു പ്രകോപനപരമായ ഫോൺ കോളും ട്രംപ് മോദി ബന്ധം എങ്ങനെ തകർന്നു എന്ന തലക്കെട്ടിലുള്ള ഒരു റിപ്പോർട്ടിലാണ് ന്യൂയോർക്ക് ടൈംസ് രണ്ട് നേതാക്കളും തമ്മിലുള്ള ബന്ധം വഷളായതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. ഈ വർഷം അവസാനം ക്വാഡ് ഉച്ചകോടിക്ക് ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആദ്യം ട്രംപ് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഈ യാത്ര നടത്താൻ ട്രംപിന് ഇപ്പോൾ പദ്ധതികളില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂളിനെ കുറിച്ച് അറിയാവുന്ന വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. അതേസമയം ട്രംപിന്റെ ഇന്ത്യ സന്ദർശനം സംബന്ധിച്ച് USന്റെ ഔദ്യോഗിക വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. നവംബറിൽ ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ക്വാഡ് ഉച്ചകോടിയിൽ ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, US എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഒത്തുചേർന്ന് പ്രധാനപ്പെട്ട ഭൗമ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം താൻ പരിഹരിച്ചു എന്ന US പ്രസിഡന്റിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾക്ക് ശേഷമാണ് ട്രംപും മോദിയും തമ്മിലുള്ള സ്വാരസ്യങ്ങൾ ആരംഭിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപിന്റെ അവകാശവാദങ്ങളെ ഇന്ത്യ ശക്തമായി നിഷേധിച്ചിരുന്നു. ട്രംപിന്റെ ഇടപെടലുകളിൽ പ്രധാനമന്ത്രി മോദിക്ക് അതൃപ്തി വർദ്ധിച്ചുവെന്നും ജൂൺ 17-ന് രണ്ട് നേതാക്കളും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണത്തിന് ശേഷം ഈ പ്രശ്നങ്ങൾ രൂക്ഷമായി എന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു. കാനഡയിൽ നടന്ന G7 ഉച്ചകോടിയിൽ നിന്ന് ട്രംപ് മടങ്ങി വരുമ്പോഴാണ് ആ സംഭാഷണം നടന്നത്. പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ US മധ്യസ്ഥത ഇന്ത്യ അംഗീകരിക്കില്ല എന്ന് മോദി വ്യക്തമാക്കിയ ഒരു സംഘർഷഭരിതമായ നയതന്ത്ര സാഹചര്യത്തിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. ഇന്ത്യ പാകിസ്ഥാനുമായി നേരിട്ട് പ്രശ്നം പരിഹരിച്ചുവെന്നും വ്യാപാര കരാറിനെക്കുറിച്ചോ മധ്യസ്ഥതയെക്കുറിച്ചോ ട്രംപുമായി ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നും മോദി പറഞ്ഞു. പിന്നീട് ഈ വിവരങ്ങൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി സ്ഥിരീകരിക്കുകയുണ്ടായി. ഇതിനുശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ വഷളായി. ട്രംപ് ഇന്ത്യയുടെ മേൽ അധിക തീരുവ ഏർപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഈ വാർത്തയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് വൈറ്റ് ഹൌസിന്റെയോ ന്യൂഡൽഹിയുടെയോ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 2025-ലെ ക്വാഡ് ഉച്ചകോടിക്ക് വേണ്ടി ന്യൂഡൽഹിയിൽ ഇന്ത്യയാണ് ആതിഥേയത്വം വഹിക്കുന്നത്. അമേരിക്ക, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾക്കിടയിലുള്ള സഹകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തന്ത്രപരമായ ഒരു വേദിയാണ് ക്വാഡ് ഉച്ചകോടി. ഇന്തോ പസഫിക് മേഖലാ സുരക്ഷയിലും ഈ ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതേസമയം ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം ജനുവരിയിൽ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം വിളിച്ചുകൂട്ടിയിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ സന്ദർശനത്തിന് ഒരുങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. ഡിസംബറിൽ പുടിന്റെ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനം ഉണ്ടാകുമെന്ന് റഷ്യൻ വക്താവ് അറിയിക്കുകയായിരുന്നു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക തീരുവ ചുമത്തിയ സാഹചര്യത്തിൽ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ചൈനയിലെ SCO ഉച്ചകോടിയിൽ വെച്ച് നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ് പുടിനെന്നും റിപ്പോർട്ടുകൾ വരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.